ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഷ്റൂം മെഴുക്കുവരട്ടിയാണ്, കൂൺ മെഴുക്കുവരട്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ മഷ്റൂം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങളാണ് സവാള, പച്ചമുളക്, ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പാൻ എടുത്തിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി വന്ന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഉള്ളി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. കൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. നല്ല സ്വാദിഷ്ടമായ മെഴുക്കുവരട്ടിയാണ് കൂൺ മെഴുക്കുവരട്ടി. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, മഷ്റൂമിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി അത് വെന്ത് വന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ ഒന്ന് നിരത്തിയിട്ട് വേവിച്ചെടുക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ മഷ്റൂം മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.